ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. ദുഃഖമാണെങ്കിൽ പങ്കുവച്ചാൽ ഇല്ലാതാകും, സന്തോഷമാണെങ്കിൽ പങ്കുവച്ചാൽ അത് ഇരട്ടിയാകും. ഇരട്ടി മാത്രമല്ല, അതിലും അധികമാകും. നോർമൻ വിൻസെൻ്റ് പീൽ എന്ന ലോകപ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനെക്കുറിച്ച് ഒരുപക്ഷെ നമ്മളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന അദ്ദേഹത്തിൻ്റെ കൃതി ലോകപ്രശസ്തമാണ്. എന്നു മാത്രമല്ല, ഒരു വൈദികനും എഴുത്തുകാരനും പ്രാസംഗികനും എല്ലാം ആയിരുന്നു നോർമൻ വിൻസെൻ്റ് പീൽ. അപ്പോൾ ധാരാളം ആളുകൾ 52 വർഷത്തോളം അമേരിക്കയിൽ ഒരു ദേവാലയത്തിൽ തുടർച്ചയായി അദ്ദേഹം പുരോഹിത വൃത്തി ചെയ്തു. അതിൽ നിന്ന് തന്നെ ഓർക്കുക അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം. ധാരാളം ആളുകൾ അദ്ദേഹത്തെ കാണുവാനും വിളിക്കുവാനും ആയിട്ട് വന്നിരുന്നു. അപ്പോൾ ജീവിത വിജയത്തിന് ഈ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള ആ ഫോർമുലയാണ് അദ്ദേഹം പ്രാവർത്തികമാക്കിയിരുന്നതും പഠിപ്പിച്ചു കൊടുത്തിരുന്നതും. ഇത് അനേക ലക്ഷങ്ങൾക്ക്, അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരികയാണ്. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങേ തലക്കലുള്ള ആൾ പറയുകയാണ്, എനിക്കും അടുത്തു. നിരാശ വൈറസ്, കോവിഡ് വൈറസിനേക്കാൾ കൂടിയ വൈറസാണ്. കോവിഡിന് മുമ്പും പിമ്പും ഈ അനേകരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ്. ഒരു ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, ഏറ്റവും കൂടിയ വൈറസ്, ആ വൈറസാണ് ഈ വൈറസ്. ഏത്? നിരാശ വൈറസ്. ഇത് നമുക്കുള്ള വഴികൾ പോലും ഇല്ലാതാക്കും. കണ്ണിൽ ഇരുട്ട് കയറും, പ്രത്യാശ നഷ്ടപ്പെടും, വിജയത്തിന് പകരം പരാജയം ലഭിക്കും. ബ്രെയിൻ്റെ ഫങ്ഷനുകളിലെല്ലാം ആ പോസിറ്റീവ് ഫീലിങ്ങുകളെല്ലാം മാറും. നമ്മുടെ സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ തരുന്ന, ഊർജം തരുന്ന, സന്തോഷം തരുന്ന ഹോർമോണുകളൊക്കെ അതെല്ലാം, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വികലമാകും, അല്ലെങ്കിൽ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കും. അഡ്രിനാലിൻ ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊത്തിരി ടെൻഷനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങേ തലക്കൽ ഈ നോർമൻ വിൻസെൻ്റ് പീലിനെ വിളിച്ച മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ നിരാശയും പരിഭവവും കുറവുകളും മാത്രം പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹം, ഈ വൈദികൻ മനഃശാസ്ത്രജ്ഞൻ, ആ മനുഷ്യനെ, എതിർ വശത്തുള്ള ഫോണിൽ സംസാരിച്ച മനുഷ്യനെ തൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരാമോ എന്ന് സ്നേഹത്തോടെ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിളിയും ആ പ്രേരണയും കൊണ്ട് ഈ മനുഷ്യൻ വൈദികനെ കാണാനായിട്ട് വരികയാണ്. വന്നിരുന്നപ്പോഴേ ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല തൻ്റെ പോലെ ആർക്കുമില്ല. ഇന്ന് ചിലരൊക്കെ കണ്ടുമുട്ടുമ്പോൾ കണ്ടാൽ നമുക്ക് പോരാൻ പോലും തോന്നത്തില്ല, മിണ്ടിയാൽ നമുക്ക് നിർത്താനായിട്ട് തോന്നത്തില്ല. അവരുടെ വായിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് കൊതിയാകും. എന്നാൽ വേറെ ചിലരാകട്ടെ വാ തുറന്നാൽ ഓടി രക്ഷപ്പെടും. എന്തിനും ഏതിനും കുറ്റം വിധിയും കുറ്റപ്പെടുത്തലും അസഭ്യ ഭാഷണവും. പ്രായമായവരാണെന്നോ കുട്ടികളാണെന്നോ ഒന്നും നോട്ടമില്ല. ഭാര്യയാണെന്നോ അവളിത്രയും കഷ്ടപ്പെടുന്നതാണെന്നോ, അല്ലെങ്കിൽ രണ്ടുപേർക്കും തുല്യ അധികാരമാണ് ജീവിതത്തിലുള്ളത് എന്ന്. അതിനു പകരം ആജ്ഞാനുവർത്തിയായി തീരുന്ന ഭാര്യയും ആജ്ഞാനുവർത്തിയായി തീരുന്ന ഭർത്താവും. എൻ്റെ അപ്പം പറയാറുള്ള ഭാഷ ഇതാണ്, അവരാ മാപ്പിള, അവരാണ് മാപ്പിള. അവിടെ വേറെ ആരും വേണ്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് തന്നെ കടക്കാം. ഈ മനുഷ്യൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങിയപ്പോൾ തൻ്റെ മേശയിൽ നിന്ന് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് വിൻസെൻ്റ് പീൽ അതിൽ നടുകെ ഒരു വര ഇട്ടിട്ട് അത് മേശപ്പുറത്ത് വെച്ചു. തൻ്റെ ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയുക, മറുവശത്ത് ഈ വരയിട്ട വലതുവശത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, വരയൊന്നും ഇടേണ്ട കാര്യമില്ല, ഇത് ആദ്യം പറഞ്ഞാൽ പോരെ, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും എനിക്ക് കാണാനില്ല, ദൈവം എന്നെ പണ്ടേ ഉപേക്ഷിച്ചതാണ്. അങ്ങനെ ഒന്നൊന്നായിട്ട് ദുഃഖങ്ങളും നെഗറ്റീവ് അനുഭവങ്ങളും എന്നെപ്പോലെ ആരുമില്ല, ഈ ജീവിതം ദുസ്സഹമാണ്, പാഴാണ്, പടുപോഷത്തരമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു നന്മയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വിൻസെൻ്റ് പീൽ എന്ന ഈ മനഃശാസ്ത്രജ്ഞൻ, ഈ വൈദികൻ, ഈ മനുഷ്യനെ എഴുതുവാനായിട്ട് സഹായിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി ഒന്ന് ആ പേപ്പറിൽ കുറിക്കാമോ? എപ്പോഴാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, വെറുതെ അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത്, എൻ്റെ ഭാര്യ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, അവളിപ്പോഴും എന്നോട് കൂടെ തന്നെയുണ്ട് എല്ലാ കഷ്ടതയിലും. എന്നാൽ ആ നന്മ
അവിടെ എഴുതാനായിട്ട് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ചോദിച്ചു, എപ്പോഴാണ് നിങ്ങളുടെ മക്കൾ ജയിലിലായത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, വെറുതെ മക്കളെക്കുറിച്ച് തോന്നിയാസം പറയാൻ നിൽക്കരുത്, എൻ്റെ മക്കൾ ജയിലിലൊന്നും പോയിട്ടില്ല, നാട്ടിലെ ഉള്ളതിൽ സ്വഭാവമഹിമയുള്ള മക്കളാണ് എന്ന്. എന്നാൽ അതിനെക്കുറിച്ച് ഈ പേപ്പറിൽ എഴുതാൻ പറഞ്ഞു. വീണ്ടും ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ രോഗിയായി തീർന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞ മറുപടി ഇതാ, ദൈവം സഹായിച്ച് എനിക്ക് രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ മനുഷ്യന് എഴുതേണ്ടി വന്നു. അവസാനം കുറ്റങ്ങളൊന്നും എഴുതാൻ ഇല്ലാതെയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ കുറ്റം കുറവുകളും കണ്ടുപിടിക്കാൻ നിന്നാൽ അതിന് മാത്രം നേരമുള്ളൂ. കുറ്റവും കുറവും ഇല്ലാത്ത ആരും ഈ ലോകത്തില്ല. നമുക്കും എല്ലാം തികഞ്ഞിട്ടില്ല, മറ്റുള്ളവർക്കും കുറവില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ നമുക്ക് വർത്തിക്കാം. യെരമ്യാ 29:11, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണ് എന്ന് സൃഷ്ടാവായ ദൈവം തന്നെ പറയുന്ന ആ വാക്കുകൾ നമുക്ക് ആവർത്തിക്കാം. വീണ്ടും റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മക്കായിട്ട് പരിണമിപ്പിക്കുന്നു. നമ്മൾ വല്ലവരും ചോദിച്ചിട്ടാ അനുവാദം ചോദിച്ചിട്ടാണ് നമ്മളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചത്. നമ്മൾ പറയാതെ തന്നെ എന്നെയും നിങ്ങളെ ഈ ലോകത്തിലേക്ക് വിട്ട ദൈവത്തിന് എൻ്റെയും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അറിയാം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. അതിന് ദൈവം ഇടതരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.